എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ രാമായണ പാരായണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷുരവിസ്വരൂപം പ്രണമ്യ തുഞ്ചത്തെഴുമാര്യപാദം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഇന്ന് നമ്മള് 29ാമത്തെ ദിവസത്തെ പാരായണമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. യുദ്ധകാണ്ഡത്തിലെ രാവണ യുദ്ധം മുതൽ വിഭീഷണ രാജ്യ അഭിഷേകം വരെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പാരായണം ചെയ്യുന്നത്. ശ്രീമതി സത്യഭാമ, ശ്രീമതി പത്മ നായർ, ശ്രീമതി ഹേമ ബൈജു, 3 പേരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ പാരായണ സഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പാരായണം ആരംഭിക്കാം. ഹരി ഓം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. രാമരാവണ യുദ്ധം. ഇത്തം പറഞ്ഞു യുദ്ധത്തിനൊരുമ്പിട്ട് ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ. മൂലബലാദികൾ സങ്കരത്തിന് തൽക്കാലേ പുറപ്പെട്ടു വന്നിരു ഭൂതലേ. ലങ്കാധിപന്യു സഹായമായ വേഗേന സംഖ്യയില്ലാതെ ചതുരംഗസേനയും 10 പടനായകന്മാരും ഒന്നിച്ച് 10 കഴുത്തനെ കൂപ്പി പുറപ്പെട്ടാൻ. വാരിധി പോലെ പരന്നു വരുന്നത് മാരുതി മുമ്പാം കവികൾ കണ്ട് എത്രയും ഭീതി മുഴുത്തു വാങ്ങിയിടുന്നത് കണ്ട് നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ. വാനരവീരരെ, നിങ്ങൾ ഇവരോട് മാനം നടിച്ചു ചെന്നേൽക്കരുതാരുമേ. ഞാൻ ഇവരോട് പോർ ചെയ്ത് ഒടുക്കിയിടുവിൻ. ആനന്ദം ഉൾക്കൊണ്ട് കണ്ടുകൊള്ളുകേവരും എന്നരുൾ ചെയ്ത് നിശാചരസേനയിൽ ചെന്നു ചാടിയിടിനാൻ ഏകനാമീശ്വരൻ. ചാപബാണങ്ങളും കൈക്കൊണ്ട് രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകിയിടിനാൻ. എത്ര നിശാചരരുണ്ട് വന്നേറ്റതിൻ അത്ര രാമന്മാരുമുണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞിതു സംഗ്രാമഭൂമിയും. എന്തൊരു വൈഭവം അന്നേരം എന്നോട് തന്നെ വരുന്നത് രാഘവൻ എന്ന് തോന്നി രജനിജനർക്കൊക്കവേ. 12 നാഴിക നേരം ഒരുപോലെ യാതുദാനാവലിയോട് രഘൂത്തമൻ അസ്ത്രം വരിഷിച്ച നേരം ആർക്കും തത്ര ചിത്തേ തിരിച്ചറിയായതില്ലേതുമേ. വാസരരാത്രി നിശാചര വാനര മേദിനീ വാരിധി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതോ. മേതുരന്മാരായ രാക്ഷസവീരരും ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞതു പോർക്കളം.
കാളിയും കൂളികളും കബന്ധങ്ങളും കാളി നിശീദിനിയും പിശാചങ്ങളും നായും നരിയും കഴുകുകൾ കാകങ്ങൾ പേയും പെരുത്തു ഭയങ്കരമാം വണ്ണം രാമജാപത്തിൻ മണിതന്നിനാദവും വ്യോമമാർഗേ തുടരെ തുടരെ കേട്ട് ഗന്ധർവായി ദേവഗന്ധർവ യക്ഷ അപ്സരോ വൃന്ദവും ദേവമുനീന്ദ്രനാം നാരദനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ ആകാശചാരികൾ ആനന്ദപൂർവകം. ദ്വാദശ നാഴിക കൊണ്ട് നിശാചരർ മേതിരി തന്നിൽ വീണീതിനാരൊക്കവേ മേഘത്തിനുള്ളിൽ നിന്ന് അർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായിതം നേരം. ലക്ഷ്മണൻ താനും വിഭീഷണനും പുനർ അർക്കതനയനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരനും വന്ദിച്ച് ചുറ്റും നിറഞ്ഞിതു രാഘവനം നേരം. മർക്കടനായകന്മാരോട് അരുൾ ചെയ്തിത് ഈ കണക്കെ യുദ്ധമാശു ചെയ്തിടുവാൻ നാരായണനും പരമേശ്വരനും ഒഴിഞ്ഞ് ആരുമില്ലെന്നു കേൾക്കൊണ്ടു ഞാൻ മുന്നമേ. രാക്ഷസരാജ്യം മുഴുവൻ അതു നേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിനാൻ. താതാ സഹോദര നന്ദന വല്ലഭ നാഥ നമുക്കവലംബനമാരയ്യോ. വൃദ്ധയായ ഏറ്റം വിരൂപയായുള്ളൊരു നക്തഞ്ചരാധിപ സോദരി രാമനെ ശ്രദ്ധിച്ച കാരണം ആപത്തിതൊക്കവേ വർദ്ധിച്ചു വന്നു അതു മറ്റില്ല കാരണം. ശൂർപ്പണകയ്ക്കെന്തു കുറ്റം അതിൽപരം പേപ്പരുമാളല്ലയോ ദശകന്ധരൻ. ജാനകിയെ കൊതിച്ചാശു കുലം മുടിച്ചാനൊരു മൂഢൻ മഹാപാപി രാവണൻ. അർത്ഥപ്രഹരമാത്രേണ ഖരാദിയെ യുദ്ധേ വധിച്ചതും വൃത്രാരിപുത്രനെ മൃത്യു വരുത്തി വാഴിച്ച് സുഗ്രീവനെ സത്വരം വാനരന്മാരെ അയച്ചതും മാരുതി വന്നിവിടെ ചെയ്ത കർമ്മവും വാരുതിയിൽ ചിറകെട്ടിക്കടന്നതും കണ്ടിരിക്കേ നന്നു തോന്നുന്നത് എത്രയുമുണ്ടോ വിചാരം ആപത്തിങ്കലുണ്ടാവൂ. സിദ്ധമല്ലാകിൽ വിഭീഷണൻ ചൊല്ലിനാൻ മത്തനായെന്നതും ധിക്കരിച്ചിടിനാൻ. ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ സത്യവ്രതൻ മേലിൽ നന്നായി വരും അവൻ. നീചനിവൻ കുലമൊക്കെ മുടിപ്പതിന് ആചരിച്ചാനിത് തന്മരണത്തിനും. നല്ല സുതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ച് മറ്റുള്ള മാതൃജനത്തെയും എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടുതാൻ വല്ലായ്മ ചെയ്തതുമെല്ലാം മറന്നിതോ. ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമര്യാദ മടക്കിനാനേറ്റവും നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ച് കാട്ടിലാക്കി ചമച്ചീടിനാൻ കശ്മലൻ. അർത്ഥമന്യായേന നിത്യം ആർജിക്കുകയും മിത്രജനത്തെ വെറുത്തു ചമയ്ക്കുകയും ബ്രാഹ്മണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ അടക്കയും പാരം ഗുരുജന ദ്വേഷവുമുണ്ടവന്. ആരെയുമില്ല കൃപയും ഒരിക്കലും. ഈ മഹാപാപി ചെയ്ത ഒരു കർമ്മത്തിനാൽ നമ്മയും ദുഃഖിക്കുമാറാക്കിനാനിവൻ. ഇത്തം പുരസ്ത്രീജനത്തിൻ വിലാപങ്ങൾ നക്തഞ്ചരാധവൻ കേട്ട് ദുഃഖാർത്ഥനായി ശത്രുക്കളെ കൊന്നൊടുക്കുവാൻ ഇന്നിനി യുദ്ധത്തിനാശു പുറപ്പെടുകെങ്കിൽ നാം എന്നതു കേട്ട് വിരൂപാക്ഷനും അതിൻ മുന്നേ മഹോദരനും മഹാപാർശ്വനും ഉത്തരഗോപുരത്തൂടെ പുറപ്പെട്ടു. ശസ്ത്രങ്ങൾ തൂകി തുടങ്ങിനാരേറ്റവും. ദുർനിമിത്തങ്ങൾ ഉണ്ടായത് അനാദരിച്ച് ഉന്നതനായ നിശാചര നായകൻ ഗോപുരവാതിൽ പുറപ്പെട്ടു നിന്നിതു ചാപലമെന്നിയേ വാനരവീരനും. സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിൽ ഉഗ്രമാമണ്ണം പൊരുതാരതു നേരം വാഹനമാകിയ വാരണവീരനെ സാഹസം കൈക്കൊണ്ടു വാനരരാജനും കൊന്നത് കണ്ടു വിരൂപ വിലോചനൻ ചെന്നിതു വാടും പരിചയം കൈക്കൊണ്ട് കുന്നുകൊണ്ടെന്നെറിഞ്ഞാൻ കവിരാജനും. നന്നായിതെന്നു വിരൂപാക്ഷനും അഥ വെട്ടിനാൻ വാനരനായക വക്ഷസി. പുഷ്ടകോപത്തോടും അർക്കടരാജനും നെറ്റിമേൽ ഒന്നടിച്ചാൻ. അതുകൊണ്ടവൻ തെറ്റെന്ന് കാലപുരം പൊക്കുമേവിനാൻ. തേരിലേറിക്കൊണ്ടടുത്താൻ മഹോദരൻ തേരും തകർത്ത്. സുഗ്രീവൻ അവനെയും മൃത്യുപുരത്തിനയച്ചത് അത് കണ്ട് അതിക്രൂദ്ധനായി വന്നെടുത്താൻ മഹാപാർശ്വനും. അങ്കദൻ കൊന്നാൻ അവനെയും. അന്നേരം പൊങ്ങും മിഴികളോടാശരാധീശനും പോർമതത്തോടും അടുത്ത കവികളെ താമസാസ്ത്രം കൊണ്ട് വീഴ്ത്തിനാനൂഴിയിൽ.
വാരണ സൂകര കുക്കുട കോട്ടുക സാരമേ ഉരക സൈരിഭ വായസ വാനര സിംഹ രുരു വൃഗ കാക ഗ്രദ്രാനനമായി വരുമാസുരാസ്ത്രാത്മകം മുൽഗര പട്ടസ ശക്തി പരശ്വത ഖഡ്ഗശൂല പ്രാസബാണായുധങ്ങളും രൂക്ഷമായി വന്നു പരന്നത് കണ്ടളവ് ആഗ്നേയമസ്തമേതാൻ മനുവീരനും. ചെങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളും ആദിത്യൻ അഗ്നി എന്നിത്തരം ജ്യോതിർമയങ്ങളായി ചെന്നു നിറഞ്ഞളവ് ആസുരമസ്ത്രവും പോയി മറഞ്ഞു ബലാൽ. അപ്പോൾ മയൻ കൊടുത്തോരു ദിവ്യാസ്ത്രമെയ്ത് അത്തേതരായുധം കാണായി ദന്തികെ ഗാന്ധർവമസ്ത്രം പ്രയോഗിച്ച് അതിനെയും ശാന്തമാക്കിയിടിനാൻ മാനവവീരനും. സൗരാസ്ത്രമെയ്താൻ ദശാനനൻ അന്നേരം ധൈര്യേണ രാഘവൻ പ്രത്യസ്ത്രമെയ്തതും ഖണ്ഡിച്ച നേരം ആഹണ്ഡലവൈര്യം ചണ്ഡകരാംശു സമങ്ങളാം ബാണങ്ങൾ 10 കൊണ്ടെയ്തു മർമ്മങ്ങൾ ഭേദിച്ചളവ് ഉത്തമ പുരുഷനാകിയ രാഘവൻ 100 ശരങ്ങളെയ്താൻ അതുകൊണ്ട് ഉടൽ കീറി മുറിഞ്ഞതു നക്തഞ്ചരേന്ദ്രനും. ലക്ഷ്മണൻ 7 ശരങ്ങളാൽ ഊക്കോട് തൽക്ഷണേ കേതു ഖണ്ഡിച്ചു വീഴ്ത്തിയിടിനാൻ. 5 ശരമെയ്തു സൂതനെയും കൊന്നു ചഞ്ചലഹീനം മുറിച്ചതു ചാപവും അശ്വങ്ങളെ ഗത കൊണ്ട് വിഭീഷണൻ തച്ചു കൊന്നാൻ. അതു നേരം ദശാനനം ഭൂതലെ ചാടി വീണാശു വേൽ കൊണ്ട് അതിക്രോധാൽ വിഭീഷണനെ പ്രയോഗിച്ചതു. ബാണങ്ങൾ 3 കൊണ്ടെയ്തു മുറിച്ചിതു വീണിതു 3 നുറുങ്ങി മഹീതലെ. അപ്പോൾ വിഭീഷണനെ കൊല്ലുമാറവൻ കൽപ്പിച്ചു മുന്നം മയൻ കൊടുത്തോരു വേൽ കൈക്കൊണ്ട് ചാട്ടുവാനോങ്ങിയ നേരത്ത് ലക്ഷ്മണൻ മുൾപ്പുക്കു ബാണങ്ങളെയ്തിതു നക്തഞ്ചരാധിപൻ തന്നുടലൊക്കവേ രക്തമണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുടൻ നിൽക്കും ദശാനനൻ കോപിച്ചു ചൊല്ലിനാൻ ലക്ഷ്മണൻ തന്നോട് നന്നു നീ എത്രയും രക്ഷിച്ചവാർ വിഭീഷണനെ തഥാ രക്ഷിക്കൽ നന്നു നിന്നെ പുനര് എന്നുടെ ശക്തി വരുന്നത് കണ്ടാലും ഇന്നൊരു ശക്തനാകിൽ ഭവാൻ ഖണ്ഡിക്കവേലിതും എന്ന് പറഞ്ഞു വേഗേന ചാട്ടിയിടിനാൻ. ചെന്നു തറച്ചിതു മാറത്തു ശക്തിയും അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞുടൽ വിത്രസ്തനായി തത്ര വീണു കുമാരനും. വേൽ കൊണ്ട് ലക്ഷ്മണൻ വീണത് കണ്ടുള്ളിൽ മാൽ കൊണ്ടു രാമനും നിന്നു വിഷണ്ണനായി. ശക്തി പറിപ്പതിനാർക്കും കവികൾക്കും ശക്തി പോരാഞ്ഞു രഘുകുലനായകൻ തൃക്കൈകൾ കൊണ്ട് പിടിച്ചു പറിച്ചുടൻ ഉൾക്കോപമോട് മുറിച്ചെറിഞ്ഞിടിനാൻ. മിത്രതനയ സുഷേണ ജഗത്പ്രാണപുത്രാദികളോട് അരുൾ ചെയ്തിതാതരാൽ ലക്ഷ്മണൻ തന്നുടെ ചുറ്റുമിരുന്നിനി രക്ഷിച്ചുകൊള്ളിൻ വിഷാദിക്കരുതേതും. ദുഃഖസമയമല്ലിപ്പോൾ ഉഴറ്റോട് രക്ഷോവരനെ വധിക്കുന്നതുണ്ട് ഞാൻ. കല്യാണം ഉൾക്കൊണ്ട് കണ്ടുകൊള്ളിൻ നിങ്ങൾ എല്ലാവരും ഇന്ന് കരകൗശലം. ശക്രാത്മജനെ വധിച്ചതും വേഗത്തിൽ അർക്കാത്മജാതികളോടും ഒരുമിച്ച് വാരിധിയിൽ ചിറകെട്ടിക്കിടന്നതും പോരിൽ നിശാചരന്മാരെ വധിച്ചതും രാവണ നിഗ്രഹ സാധ്യമായിട്ടിവൻ കേവലം ഇപ്പോൾ അഭിമുഖനായതു. രാവണനും ബദ രാഘവനും കൂടി മേവുക ഭൂമിയിൽ എന്നുള്ളതില്ലിനി. രാത്രിഞ്ചരേന്ദ്രനെ കൊല്ലുവൻ നിർണയം മാർത്താണ്ഡ വംശത്തിലുള്ളവനാകിൽ ഞാൻ. സപ്തദീപങ്ങളും സപ്താംബുദികളും സപ്താചലങ്ങളും ചന്ദ്രസൂര്യന്മാരും ആകാശഭൂമികൾ എന്നിവയുള്ള നാൾ പോകാതെ കീർത്തി വർദ്ധിക്കും പരിചു ഞാൻ. ആയോധനെ ദശകണ്ഠനെ കൊൽവാനൊരായുധപാണി എന്നാകിൽ നിസ്സംശയം ദേവാസുരോരക ചാരണ താപസരേവരും കണ്ടറിയണം മമ ബലം ഇത്തമരുൾ ചെയ്ത് നക്തഞ്ചരേന്ദ്രനോടസ്ത്രങ്ങളെയ്ത് യുദ്ധം തുടങ്ങിയിടിനാൻ. തത്സമം ബാണം നിശാചരാധീശനും ഉത്സാഹം ഉൾക്കൊണ്ടു തൂകി തുടങ്ങിനാൻ. രാഘവരാവണന്മാർ തമ്മിൽ അന്യോന്യം മേഘങ്ങൾ മാരി ചൊരിയുന്നത് പോലെ ബാണഗണം കൊഴിച്ചിടുന്നതു നേരം ഞാണലുകൊണ്ട് മുഴങ്ങി ജഗത്രയം. സോദരൻ വീണ് കിടക്കുന്നതോർത്തുള്ളിൽ ആദിമുഴുത്തു രഘുകുലനായകൻ താരതന്താതനോടേവം അരുൾ ചെയ്തു ധീരതയില്ല യുദ്ധത്തിനേതും മമ ഭൂതലേ വാഴകയിൽ നല്ലതെനിക്കിനി ഭ്രാതാവ് തന്നോടുകൂടെ മരിപ്പതും വിൽപ്പിടിയും മുറുകുന്നതില്ലേതുമേ കേൾപ്പുമില്ലാതെ ചമഞ്ഞു നമുക്കിഹ
നിൽപ്പാനുമേതുമരുതു മനസ്സിനും വിഭ്രമമേറി വരുന്നത് മേൽക്കുമേൽ. ദുഷ്ടനെ കൊൽവാൻ ഉപായവും കണ്ടീല, നഷ്ടമായി വന്നിതു മാനവും മാനസേ. ഏവമരുൾ ചെയ്ത നേരം സുഷേണനും ദേവദേവൻ തന്നോട് ആശു ചൊല്ലിയിടിനാൻ. ദേഹത്തിനേതും നിറം പകർന്നീലൊരു മോഹമത്രേ കുമാരൻ എന്നു നിർണയം. വക്രനേത്രങ്ങൾക്കുമേതും വികാരമില്ലത്തൽ തീർന്നിപ്പോൾ ഉണരും അവരജൻ എന്നുണർത്തിച്ച് അനിലാത്മജൻ തന്നോട് പിന്നെ നിരൂപിച്ചു ചൊന്നാൻ സുഷേണനും. മുന്നക്കണക്കെ വിശല്യകരണിയാകുന്ന മരുന്നിന്ന് കൊണ്ടുവന്നിടുക എന്നളവേ ഹനുമാനും വിരവോട് ചെന്ന് മരുന്നതും കൊണ്ടുവന്നിടിനാൻ. നസ്യവും ചെയ്തു സുഷേണൻ കുമാരൻ ആലസ്യവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൻ. പിന്നെയും ഔഷധശൈലം കവിവരൻ മുന്നമിരുന്ന വണ്ണം തന്നെയാക്കിനാൻ. മന്നവൻ തന്നെ മണങ്ങിനാൻ തമ്പിയും നന്നായി മുറുകെ പുണർന്നിതു രാമനും. നിന്നുടെ പാരവശ്യം കാണുക കാരണം എന്നുടെ ധൈര്യവും പോയത് മാനസേ എന്നതു കേട്ടുര ചെയ്തു കുമാരനും. ഒന്നു തിരുമനസ്സെങ്കിലുണ്ടാകണം, സത്യം തപോധനന്മാരോട് ചെയ്തതും മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. ത്രൈലോക്യ കണ്ടകനാം ഇവനെ കൊന്ന് പാലിച്ചുകൾ ഗജകത്രയം വൈകാതെ. ലക്ഷ്മണൻ ചെന്നത് കേട്ടു രഘുത്തമൻ രക്ഷോവരനോട് എതിർത്താനതിദ്രുതം. തേരുമൊരുമിച്ചു വന്നു ദശാസ്യനും പോരിന് രാഘവനോട് എതിർത്തിടിനാൻ. പാരിൽ നിന്ന് ഇക്ഷ്വാകുകുല വംശതിലകനും തേരിൽ നിന്ന് ആശര വംശതിലകനും പോരധിഘോരമായി ചെയ്തൊരു നേരത്തെ പാരമിളപ്പം രഘൂത്തമനുണ്ടെന്ന് നാരദനാദികൾ ചൊന്നതു കേൾക്കയാൽ പാരം വളർന്നൊരു സംഭ്രമത്തോടുടൻ ഇന്ദ്രനും മാതനിയോട് ചൊന്നാൻ. മമസ്യന്തനം കൊണ്ട് കൊടുക്ക നീ വൈകാതെ, ശ്രീരാഘവന് ഹിതം വരുമാറ് നീ തേരും തെളിച്ചു കൊടുക്ക മടിയാതെ. മാതനിതാനത് കേട്ടുടൻ തേരുമായി ഭൂതലം തന്നിൽ എഴിഞ്ഞു ചൊല്ലിയിടിനാൻ. രാവണനോട് സമരത്തിനിന്നു ഞാൻ ദേവേന്ദ്ര ശാസനയാ വിടകൊണ്ടിത് തേരതിലാശു കരേറുക പോരിനായി മാരുതതുല്യ വേഗേന നടത്തുവൻ എന്നതു കേട്ട് രഥത്തെയും വന്ദിച്ച് മന്നവൻ തേരിനന്മാറുകനേറിനാൻ. തന്നോട് തുല്യനായ രാഘവനെ കണ്ട് വിണ്ണിനന്മാറൊന്നു നോക്കി ദശാനനൻ പേമഴ പോലെ ശരങ്ങൾ തൂകിയിടിനാൻ. രാമനും ഗാന്ധർവമസ്ത്രമെയ്തിടിനാൻ. രാക്ഷസമസ്ത്രം പ്രയോഗിച്ചതു നേരം രാക്ഷസരാജനം രൂക്ഷമായി എത്രയും ക്രൂരനാഗങ്ങളാമസ്ത്രത്തെ മാറ്റുവാൻ ഗാരുഡമസ്ത്രമെയ്തു രഘുനാഥനും. മാതനിമേനും ദശാനനൻ ബാണങ്ങളെയ്തു കൊടിയും മുറിച്ചു കളഞ്ഞിരു. വാചികൾക്കും ശരമേറ്റമേറ്റു പുനരാജിയും ഘോരമായി വന്നു. രഘുവരൻ കൈകാൽ തളർന്ന് തേർത്തട്ടിൽ നിൽക്കും വിധവു കൈകസീ നന്ദനായ വിഭീഷണൻ ശോകാതിരേകം വളർന്നു നിന്നീടിനാൻ. ലോകനുമേറ്റം വിഷാദം കലർന്നിരു കാലപുരത്തിന്നയപ്പേനിനി എന്ന് ശൂലം പ്രയോഗിച്ചത് ആശരാധീശനും അസ്ത്രങ്ങൾ കൊണ്ട് തടപുറഞ്ഞോർത്തുടൻ. വൃത്രാരി തന്നുടെ തേരിലിരുന്നൊരു ശക്തി എടുത്തയച്ചു രഘുനാഥനും. 10 നുറുങ്ങി വീണു തത്ര ശൂലവും നക്തഞ്ചരേന്ദ്രനുടെ തുരകങ്ങളെ ശസ്ത്രങ്ങൾ കൊണ്ട് മുറിച്ചിതു രാഘവൻ. സാരഥി തേരും തിരിച്ചടിച്ചാർത്തനായി പോരിലൊഴിച്ചു നിർത്തിയിടിനാൻ. അന്നേരം ആലസ്യമൊട്ടകന്നോരു നേരം തത്ര പൗലസ്ത്യനും സൂതനോട് ചൊല്ലിയിടിനാൻ. എന്തിനായിക്കൊണ്ടു നീ പിന്തിരിഞ്ഞു ബലാൽ അന്ധനായി ഞാൻ അത്ര ദുർബലനാകയോ? കൂടലരോടെതിർത്താൽ ഞാൻ ഒരുത്തൻ ഓടിയൊളിച്ചവാറെന്നു കണ്ടു ഭവാൻ. നീയല്ല സൂതൻ എനിക്കിനി രാമന് നീ അതിബാന്ധവനെന്നറിഞ്ഞേനഹം. ഇത്തം നിശാചരാധീശനൻ പറഞ്ഞതിനുത്തരം സാരഥി സത്വരം ചൊല്ലിനാൻ. രാമനെ സ്നേഹമുണ്ടായിട്ടുമല്ല, മൽസ്വാമിയെ ദ്വേഷമുണ്ടായിട്ടുമല്ലമേ. രാമനോടേറ്റു പൊരുതു നിൽക്കും നേരം ആമയം പൂണ്ടു തളർന്നത് കണ്ട് ഞാൻ സ്നേഹം ഭവാനെ കുറിച്ചേറ്റം ആകയാൽ മോഹമകലുവോളം പോർക്കളം വിട്ട് ദൂരെ നിന്ന് ആലസ്യമെല്ലാം കളഞ്ഞിനി പോരിനടുക്കേണമെന്ന് കൽപ്പിച്ചത്രേ. സാരഥി താൻ അറിയേണം മഹാരഥന്മാരുടെ സാധവും വാജികൾ സാധവും വൈരികൾക്കുള്ള ജയാജയകാലവും പോരിൽ നിന്നോന്നത ദേശവിശേഷവും എല്ലാം അറിഞ്ഞ് രഥം നടത്തുന്നവനല്ലോ നിപുണനായുള്ള സൂതൻ പ്രഭു.
എന്നത് കേട്ട് തെളിഞ്ഞത് രാവണൻ ഒന്ന് പുണർന്ന് ഒരു കൈവളയും കൊടുത്ത്, ഇനി തേരെടുത്താശു കൂട്ടിയിടുക, പിന്നാക്കമില്ലിനി ഒന്നുകൊണ്ടുമെടോ. ഇന്നോട് നാളെയോടൊന്ന് തിരഞ്ഞിടും മന്നവനോടുള്ള പോരിന്നറിക നീ. സൂതനും തേരതിവേഗേന പൂട്ടിനാൻ, ക്രോധം മുഴുത്തങ്ങടുത്തിതു രാമനും. തങ്ങളിലേറ്റം അണഞ്ഞു പൊരുതളവ് അങ്ങുമിങ്ങും നിറയുന്നു ശരങ്ങളാൽ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്നേരം എങ്ങനെയെന്നറിഞ്ഞീലഗസ്ത്യൻ തഥാ. രാഘവൻ തേരിലിറങ്ങി നിന്നിടിനാൻ ആകാശദേശാൽ പ്രഭാകര സന്നിഭൻ. വന്ദിച്ചു നിന്നു രഘുകുലനാഥൻ ആനന്ദമിയെന്നരുൾ ചെയ്താൻ അഗസ്ത്യനും. അഭ്യുദയം നിനക്കാശു വരുത്തുവാൻ ഇപ്പോഴിവിടേക്ക് വന്നിത് ഞാനിടോ. താപത്രയവും വിഷാദവും തീർന്നുപോം, ആപത്ത് മറ്റുള്ളവയും അകന്നുപോം. ശത്രുനാശം വരും, രോഗവിനാശനം വർദ്ധിക്കുമായുസ് സത്കീർത്തിവർദ്ധനം. നിത്യമാദിത്യ ഹൃദയമാം മന്ത്രം ഇതുത്തമമെത്രയും ഭക്ത്യാ ജപിക്കടോ. ദേവാസുരോരഗചാരണ കിന്നര താപസ ഗുഹ്യകയക്ഷരക്ഷോഭുത കിംപുരുഷാപ്സരോ മാനുഷാദ്യന്മാരും സമ്പ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും. ദേവകളാകുന്നതാദിത്യനാകിയ ദേവനത്രേ 14 ലോകങ്ങളും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിക്കുമവൻ കൽപ്പകാലാന്തരെ. ബ്രഹ്മനും വിഷ്ണുവും ശ്രീമഹാദേവനും ഷൺമുഖൻ താനും പ്രജാപതി വൃന്ദവും ശക്രനും വൈശ്വാനരനും കൃതാന്തനും രക്ഷോവരനും വരുണനും വായുവും യക്ഷാധിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ധിക്കരി വൃന്ദവും വാരണവക്ത്രനും ആര്യനും മാരനും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും അശ്വിനീപുത്രരും അഷ്ടവസ്തുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാത്യരും നാനാപിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരും സമൂഹവും. വാരമാസ സംവത്സരകൽപ്പാധികാരകനായതും സൂര്യനിവൻ തന്നെ. വേദാന്തവേദ്യനാം വേദാത്മകനിവൻ, വേദാർത്ഥ വിഗ്രഹൻ വേദജ്ഞസേവിതൻ. പൂഷാവിഭാകരൻ മിത്രൻ പ്രഭാകരൻ, ദോഷകരാത്മകൻ തുഷ്ടാദിനകരൻ. ഭാസ്കരൻ നിത്യൻ അഹസ്കരനീശ്വരൻ, സാക്ഷി സവിതാ സമസ്തലോകേക്ഷണൻ. ഭാസ്വാൻ വിഭസ്വാൻ നഭസ്വാൻ ഗഭസ്തിമാൻ, ശാശ്വതൻ ശംഭുശരണ്യൻ ശരണദൻ. ലോകശിശിരാരി ഘോരതിമിരാരി ശോകാപഹാരി ലോകാലോക വിഗ്രഹൻ. ഭാനുഹിരണ്യഗർഭൻ ഹിരണ്യേന്ദ്രിയൻ ദാനപ്രിയൻ സഹസ്രാംശു സനാതനൻ. സപ്താശനർജുനാശ്വൻ സകലേശ്വരൻ സുപ്തജനാവബോധപ്രദൻ മംഗലൻ. ആദിത്യൻ അർക്കൻ അരുണൻ അനന്തകൻ ജ്യോതിർമയൻ തപനൻ സവിതാരി വിഷ്ണു വികർത്തനൻ. മാർത്താണ്ഡനം ശുമാനുഷ്ണകിരണൻ മിഹിരൻ വിരോചനൻ പ്രദ്യോതനൻ പരൻ. ഖദ്യോതനുദ്യോതനദ്വയൻ വിദ്യാ വിനോദൻ വിഭാവസു വിശ്വസൃഷ്ടിസ്ഥിതി സംഹാരകാരണൻ. വിശ്വവന്ദ്യൻ മഹാവിശ്വരൂപൻ വിഭു വിശ്വവിഭാവനൻ വിശ്വൈകനായകൻ. വിശ്വാസഭക്തിയുക്താനാം ഗതിപ്രദൻ ചണ്ഡകിരണൻ തരണി ദിനമണി പുണ്ടരീക പ്രബോധപ്രദനര്യമ. ദ്വാദശാത്മാ പരമാത്മാ പരാപരനാതിഥേയൻ ജഗദാധിഭൂതൻ ശിവൻ. ഖേദവിനാശനൻ കേവലാത്മാ ബിന്ദുനാഥാത്മകൻ നാരദാദിനിഷേവിതൻ. ജ്ഞാനസ്വരൂപൻ അജ്ഞാന വിനാശനൻ. ധ്യാനിച്ചു കൊള്ളുക നീ നിത്യമിദ്ദേവനെ, സന്തതം ഭക്ത്യാ നമസ്കരിച്ചിടുക. സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്തകരായ നമോ നമ. ചിന്താമണി ചിദാനന്ദായ തേ നമ. നീഹാരനാശകരായ നമോ നമ, മോഹവിനാശകരായ നമോ നമ. ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമ. സ്ഥാവരജംഗമാചാര്യായ തേ നമോ. ദേവായ വിശ്വൈക സാക്ഷിണേ തേ നമ. സത്വപ്രധാനായ തത്വായ തേ നമ. സത്യസ്വരൂപായ നിത്യം നമോ നമ. യുദ്ധമാദ്യത്തെ ഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം. ചിത്തം തെളിഞ്ഞ അഗസ്ത്യോക്തി കേട്ടത്രയും ഭക്തി വർത്തിച്ചു കാകുൽസ്ഥനം കൂപ്പിനാൻ.
പിന്നെ വിമാനവുമേറി മഹാമുനി ചെന്ന് വീണാധരോപാന്തേ മരുവിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാവണവധം. രാഘവൻ മാതലിയോടരുളി ചെയ്തതാകുലമെന്നിയേ തേർന്നടത്തിയിടു നീ. മാതലി തേരതി വേഗേന കൂട്ടിനാനേതുമേ ചഞ്ചലമില്ലത ശാസ്യനും. മൂടി പൊടി കൊണ്ടു ദിക്കുമുടനിട കൂടി ശരങ്ങളും എന്തൊരു വിസ്മയം. രാത്രിഞ്ചരന്റെ കൊടിമരം ഖണ്ഡിച്ചു ധാത്രിയിലിട്ടു ദശരഥപുത്രനും. യാതുധാനാധിപൻ വാജികൾ തമ്മെയും മാതലി തന്നെയുമേറെ എയ്തിയിടിനാൻ. ശൂലം മുസലം ഗദാദികളും മേൽക്കുമേലെ പൊഴിച്ചിതു രാക്ഷസരാജനും. സായകജാലം പൊഴിച്ചവയും മുറിച്ചായോധനത്തിനടുത്തിതു രാമനും. ഏറ്റമണഞ്ഞും അകന്നും വലം വെച്ചുമേറ്റു മിടം വെച്ചുമൊട്ടു പിൻവാങ്ങിയും സാരഥിമാരുടെ സൗത്യ കൗശല്യവും പോരാളികളുടെ യുദ്ധ കൗശല്യവും പണ്ടു കീഴിൽ കണ്ടതില്ല നാം ഈ വണ്ണമുണ്ടാകയുമില്ലിവണ്ണമിനിമേലിൽ എന്നു ദേവാദികളും പുകഴ്ത്തിയിടിനാർ. നന്നെന്നു തെളിഞ്ഞിതു നാരദൻ പൗലസ്യ രാഘവന്മാർ തൊഴിൽ കാൺകയാൽ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിടിനാർ. വാദമടങ്ങി മറഞ്ഞിതു സൂര്യനും മേദിനിതാനും വിറച്ചിതു പാരമായി. പാഥോനിധിയുമിളകി മറിഞ്ഞിതു പാതളവാസികളും നടുങ്ങിയിടിനാർ. അമ്പുധിയോടെതിർത്തിയിടിലും അമ്പരത്തോടെതിർത്തിയിടിലും രാഘവരാവണ യുദ്ധത്തിനു സമം രാഘവരാവണ യുദ്ധമൊഴിഞ്ഞില്ല. കേവലം ഇങ്ങനെ നിന്നു പുകഴ്ത്തിനാൻ ദേവാദികളും അന്നേരത്തു രാഘവൻ. രാത്രീഞ്ചരന്റെ തലയൊന്നറുത്തുടൻ ധാത്രിയിലിട്ടാൻ അതു നേരമപ്പോഴേ. കൂടെ മുളച്ചു കാണായിതവൻ തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായിതപ്പോൾ അതും പിന്നെ രാഘവൻ ഖണ്ഡിച്ചു ഭൂമിയിലിട്ടാനരക്ഷണാൽ. യുദ്ധം മുറിച്ചു 101 തലകളെ പൃഥ്വിയിലിട്ടു രഘുകുലസത്തമൻ. പിന്നെയും 10 തലയ്ക്കൊരു വാട്ടമില്ലെന്നേ വിചിത്രമേ നന്നെത്രയും. ഇങ്ങനെ 100,000 തല പോകിലുമെങ്ങും കുറവില്ലവൻ തലപത്തിനും. രാത്രിഞ്ചരാധിപൻ തന്റെ തപോബലം ചിത്രം വിചിത്രമത്രേ തുലോം. കുംഭകർണൻ, മകരാക്ഷൻ, ഖരൻ, ബാലി, വമ്പനാം, മാരീചൻ എന്നിവരാദിയാം ദുഷ്ടരെ കൊന്ന ബാണത്തിനിന്നെന്തതി നിഷ്ഠുരമാനിവനെ കൊല്ലാൻ മടി ഉണ്ടായതി. ദശകണ്ഠനെ കൊല്ലുവാൻ കണ്ടീലുപായമേതുമൊന്നീശ്വര. ചിന്തിച്ചു രാഘവൻ പിന്നെയും ആ ദശകന്ധരന്മയിൽ ബാണങ്ങൾ തൂകിയിടിനാൾ. രാവണനും പൊഴിച്ചിടിനാൻ ബാണങ്ങൾ. ദേവദേവൻ തിരുമേനിമേലാവോളം കൊണ്ട ശരങ്ങളെ കണ്ടു രഘുവരനുണ്ടായതുള്ളിലൊരു നിനവന്നേരം. പുഷ്പസമങ്ങളായി വന്നു ശരങ്ങളും കെൽപ്പു കുറഞ്ഞു ദശാസ്യനു നിർണയം. 7 ദിവസം മുഴുവനീ വണ്ണമേ രോഷേണ നിന്നു പൊരുന്നോരനന്തരം മാതലിതാനും തൊഴുതു ചൊല്ലിയിടിനാനേതും വിഷാദമുണ്ടാകായിക മാനസേ. മുന്നം അഗസ്ത്യ തപോധനനാദരാൽ തന്ന ബാണം കൊണ്ടു കൊല്ലാം ജഗൽ പ്രഭോ. പൈതാമഹാസ്ത്രമായ മതായതെന്നിങ്ങനെ മാതലി ചൊന്നതു കേട്ടു രഘുവരൻ. നന്നു പറഞ്ഞതു നീയതെന്നോടിനി കൊന്നിടുവാൻ ദശകണ്ഠനെ നിർണയം എന്നരുളി ചെയ്തു. വൈരിഞ്ചമസ്ത്രത്തെ നന്നായി എടുത്തു തൊടുത്തിതു രാഘവൻ. സൂര്യാനലന്മാരതിന്നു തരം തൂവൽ വായുവും മന്ദരമേരുക്കൾ മധ്യമായി. വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസഭക്ത്യാ ജപിച്ചയച്ചിടിനാൻ. രാവണൻ തന്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും ഭേദിച്ചു വാരിധിയിൽ പൂക്കു. ചോര കഴുകി മുഴുകി വിരവോടു മാരുതവേഗേന രാഘവൻ തന്നുടെ തൂണിയിൽ വന്നിഞ്ഞു വീണു തെളിവോടു ബാണവുമെന്തൊരു വിസ്മയമന്നേരം. തേരിൽ നിന്നാശു മറിഞ്ഞു വീണിടിനാൻ പാരിൽ മരാമരം വീണ പോലെ. തഥാ കൽപ്പക വൃക്ഷ പുതുമലർ തൂകിനാരുൽപ്പന്നമോദേന വാനവരേവരും
അർക്കകലോത്ഭവൻ മൂർധനിമേൽക്കുമേൽ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞിതു. പുഷ്കര സംഭവനും തെളിഞ്ഞിടിനാൻ അർക്കനും നേരെ ഉദിച്ചാനതു നേരം. മന്ദമായി വീശി തുടങ്ങി പവനനും നന്നായി വിളങ്ങി ചതുർദശലോകവും. താപസന്മാരും ജയ ജയ ശബ്ദേന താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ. ശേഷിച്ച രാക്ഷസരോടിയകം പുക്കു കേഴ തുടങ്ങിനാരൊക്കെ ലങ്കാപുരേ. അർക്കജൻ മാരുതി നീലാംഗദാദിയാം മർക്കട വീരരുമാർത്തു പുകഴ്ത്തിനാർ. രാവണഗാത്രദഹൻ. അഗ്രജൻ വീണതു കണ്ടു വിഭീഷണൻ വ്യഗ്രിച്ചരികത്തു ചെന്നിരുന്നാകുലാൽ. ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ വിധിബലമല്ലോ വരുന്നതും. ഞാനിതൊക്കെ പറഞ്ഞിടിനേൻ മുന്നമേ മാനം നടിച്ചെന്നെയും വെടിഞ്ഞിടിന വീര മഹാശയനോചിതനായ നീ പാരിലീ വണ്ണം കിടക്കുമാറായതും. കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ടു ദൈവത്തിനതാർക്കൊഴിക്കാവതും. ഏവം കരയും വിഭീഷണൻ തന്നോടു ദേവദേവേശൻ അരുൾ ചെയ്തിതാദരാൽ. എന്നോടഭിമുഖനായി നിന്നു പോർ ചെയ്തു നന്നായി മരിച്ച മഹാശൂരനാമിവൻ. തന്നെ കുറിച്ചു കരയരുതേതുമേ നന്നല്ലതു പരലോകത്തിനു സഖേ. വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയണമേ. പോരിൽ മരിച്ചു വീരസ്വർഗസിദ്ധിക്കു പാരം സുകൃതികൾക്കെന്നിയോഗം വരാ. ദോഷങ്ങളെല്ലാം ഒടുങ്ങിയതിവന്നിനി ശേഷക്രിയയ്ക്കു തുടങ്ങുക വൈകാതെ. യുദ്ധം അരുൾ ചെയ്തു നിന്നരുളും നേരം തത്ര മണ്ഡോദരി കേണു വന്നിടിനാൾ. ലങ്കാധിപൻ മാറിൽ വീണു കരഞ്ഞു ആതങ്കം ഉൾക്കൊണ്ടു മോഹിച്ചും പുനരുടൻ ഓരോ തരം പറഞ്ഞും പിന്നെ മറ്റുള്ള നാരിജനങ്ങളും കേണു തുടങ്ങിനാർ. പങ്ക്തിരഥാത്മജനപ്പോൾ അരുൾ ചെയ്തു പങ്ക്തിമുഖാനുജൻ തന്നോടു സാദരം. രാവണൻ തന്നുടൽ സംസ്കരിച്ചിടുക പാവകനെ ജ്വലിപ്പിച്ചിനി സത്വരം. തത്ര വിഭീഷണൻ ചൊന്നാൻ ഇവനോളം ഇത്ര പാപം ചെയ്തവരില്ല ഭൂതലേ. യോഗ്യമല്ലേതു മടിയൻ ഇവനുടൽ സംസ്കരിച്ചിടുവാനെന്നു കേട്ടേറ്റവും. വന്ന ബഹുമാനമോടെ രഘുത്തമൻ പിന്നെയും ചൊന്നാൻ വിഭീഷണൻ തന്നോടു ബാണമേറ്റു രണാന്തേ മരിച്ചൊരു കർബുരാധീശ്വരൻ നറ്റിതൂ പാപങ്ങൾ വൈരവുമാ മരണാന്തമെന്നാകുന്നിതേറിയ സദ്ഗതിയുണ്ടാവതിന്നു നീ. ശേഷക്രിയകൾ വഴിയെ കഴിക്കൊരു ദോഷം നിനക്കതിനേതുമകപ്പെടാ. ചന്ദന ഗന്ധാദി കൊണ്ടു ചിതയും ആനന്ദേന കൂട്ടി മുനിവരന്മാരുമായി വസ്ത്രാഭരണമാല്യങ്ങൾ കൊണ്ടും തഥാ നക്തഞ്ചരാധിപദേഹമലങ്കരിച്ചാർത്തു വാദ്യങ്ങളും ഘോഷിച്ചു കൊണ്ട് അഗ്നിഹോത്രികളെ സംസ്കരിക്കുന്ന വണ്ണമേ രാവണദേഹം ദഹിപ്പിച്ചു തന്നെ പൂർവജന ഉദകക്രിയയും ചെയ്തു. നാരികൾ ദുഃഖം പറഞ്ഞു പോക്കിച്ചെന്നു ശ്രീരാമപാദം നമസ്കരിച്ചിടിനാർ. മാതലിയും രഘുനാഥനെ വന്നിച്ചു ജാതമോദം പോയി സുരാലയം മേവിനാൻ. ചെന്നു നിജ നിജ മന്ദിരം പൂക്കിതു ജന്യാവലോകനം ചെയ്തു നിന്നോർകളും. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്ന് രാമരാവണ യുദ്ധം വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ കണ്ടത്. വളരെ മനോഹരമായിട്ട് നമുക്കത് പാരായണം ചെയ്ത് സമർപ്പിക്കാൻ സാധിച്ചു. അത് ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹം. അപ്പോൾ യുദ്ധത്തിന് വരുന്നതിന് മുമ്പ് രാവണൻ കുറച്ചൊന്ന് ബോധവാനായിട്ടുണ്ടായിരുന്നു. കാരണം ഭാര്യയോട് പറയുന്നുണ്ട് എനിക്ക് വേണ്ടി. അപ്പൊ ഭാര്യ പറഞ്ഞു അവിടെ വനത്തിൽ പോയി തപസ് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ പറഞ്ഞു എനിക്ക് വേണ്ടി മരിച്ച എല്ലാവരെയും മറന്ന് ഞാൻ മാത്രം ഇങ്ങനെ ഒരു സന്യാസിയായിട്ട് ജീവിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇത് വിധിയാണ്. വിധിയെ തടുക്കാൻ ആർക്കും സാധിക്കില്ല. അപ്പൊ എന്താണ്? രാഘവനോട് എതിർത്ത് യുദ്ധം ചെയ്ത് വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവൻ എന്ന് പറഞ്ഞാണ് യുദ്ധത്തിന് പുറപ്പെട്ടത്. അപ്പോ ശ്രീരാമനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെയാണ് യുദ്ധത്തിന് വന്നത്.
അപ്പൊ പണ്ട് കഴിഞ്ഞ ജന്മത്തില് ജയവിജയന്മാരായിരുന്നല്ലോ, അവിടെ ഭഗവാന്റെ കാവൽക്കാരായിരുന്നു. അവരുടെ ജന്മങ്ങളാണല്ലോ ഇത്. 3 ജന്മം കൊണ്ട് മുക്തി എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ശരിക്കും ആ ഭഗവത് ചിന്ത മനസ്സിൽ വന്നു. അങ്ങനെ രാമരാവണ യുദ്ധം ആരംഭിക്കുകയാണ്. അപ്പൊ വളരെ ഗംഭീരായിട്ട് അവിടെ എത്തിച്ചേർന്നു. വാരിധി പോലെ പരന്നു വരുന്നത് മാരുതി മുമ്പാം കവികൾ കണ്ടെത്ര. അപ്പൊ രണ്ട് ഭാഗത്തും നല്ല സൈന്യബലമാണ്. ഇനി അപ്പൊ ശ്രീരാമസ്വാമി പറയാണ്, ഇനി ആരും ഒന്നും വിഷമിക്കണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി. അങ്ങനെ ചാപബാണങ്ങളും കൈകൊണ്ട് രാഘവൻ, രണ്ടുപേരും തുല്യ ശക്തിയുള്ളവരാണ്. അപ്പൊ ഇവിടെ രാമൻ ഹീറോ അല്ലെങ്കിൽ രാവണൻ വില്ലൻ അങ്ങനെ പറയാൻ പറ്റില്ല. നായകനും പ്രതിനായകനുമാണ്. രണ്ടാൾക്കും പ്രത്യേകതകളുണ്ട്. പ്രത്യേകതകൾ 2 വിധത്തിലാണ് എന്ന് മാത്രം. അപ്പോ ആ ഒരു ഭാവത്തിൽ തന്നെയാണ് രാമനും യുദ്ധത്തിന് ഒരുങ്ങുന്നത്. ഇത് ശക്തിയില്ലാത്ത ആളാണെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, ശക്തിശാലി തന്നെയാണ്. രാവണന്റെ ശക്തി കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് രാമനും യുദ്ധത്തിന് തയ്യാറാവുന്നത്. അപ്പൊ അവിടെ പറയുന്നുണ്ട്, എത്ര നിശാചരുണ്ട് വന്ന് ഏറ്റത് അത്ര പൊന്ന് രാമന്മാരുള്ള പോലെ എന്ന് പറഞ്ഞാൽ, അവിടെ ഉള്ള യുദ്ധം ചെയ്യാനായിട്ട് വന്നിട്ടുള്ള ആളുകൾക്കൊക്കെ എന്നോടാണ് രാമൻ യുദ്ധം ചെയ്യുന്നത് എന്നുള്ള തോന്നലാണ്. അപ്പൊ രാമമയമായി ചമഞ്ഞതു സംഗ്രാമഭൂമി. ആ യുദ്ധഭൂമി ഒരു രാമമയമായി തീർന്നു എന്നാണ്. നോക്കുന്നിടത്തൊക്കെ അവർക്ക് രാമനെ മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ നമ്മൾ ആ രാസക്രീഡയിൽ കാണില്ലേ, എല്ലാ ഗോപികമാർക്കും തോന്നി എന്റെ കൂടെയാണ് കൃഷ്ണൻ നൃത്തം ചെയ്യണമെന്ന്. അപ്പൊ അതുപോലെ ഇവിടെ എല്ലാവർക്കും രാമനെ മാത്രം കണ്ടു എന്നാണ്. അങ്ങനെ നല്ലൊരു ഇതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അവിടെ യുദ്ധം ഗംഭീരമായിട്ടുള്ള യുദ്ധമാണ്. വാസര രാത്രി എന്ന് പറഞ്ഞാൽ പകലും രാത്രിയും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള യുദ്ധമാണ്. പിന്നീട് അവിടെ ഒരു പേടിപ്പെടുത്തുന്ന അന്തരീക്ഷമായി തുടങ്ങി. കാരണം കാളിയും കൂളികളും കബന്ധങ്ങളും കാളനിഷീധിനിയും പിശാചങ്ങളും. അപ്പൊ ഈ യുദ്ധഭൂമിയില് ഒരു വല്ലാത്ത അവസ്ഥയാണ്. ചിലപ്പോ എന്താ പറയാ, കബന്ധങ്ങൾ എന്ന് പറഞ്ഞാല് തലയില്ലാത്ത ശരീരം, അതൊക്കെ കാണുമല്ലോ. തല വെട്ടിക്കളഞ്ഞ് അതൊക്കെ അവിടെ കാണുന്നുണ്ട്. അപ്പോ എല്ലാവരും ഇപ്പൊ ഈ രാമരാവണ യുദ്ധം എന്നുള്ളത് എപ്പോഴും കാണാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. അപ്പൊ ദേവന്മാരും ഗന്ധർവന്മാരും എല്ലാവരും അവിടെ, ദേവമുനി ആയിട്ടുള്ള നാരദരും എല്ലാം സ്തുതിക്കുകയാണ് അവിടെ. അപ്പൊ അവരുടെയൊക്കെ ആശീർവാദം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഭംഗിയായിട്ട് അവസാനിക്കും എന്നുള്ളത് അങ്ങനെയുണ്ടല്ലോ, എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി ആവുമ്പോൾ. അങ്ങനെ അപ്പൊ അവിടെ പറയാണ്, വളരെ ഭംഗിയായിട്ടുള്ള ഒരു കാര്യമാണ്. മേഘത്തിനുള്ളിൽ നിന്ന് അർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായി തന്നേരും എന്നാണ്. അപ്പൊ ഈ രാക്ഷസന്മാരെയൊക്കെ അപ്പൊ അവരുടെ അതിന്റെ ഉള്ളിൽ നിന്ന് ഭഗവാനെ കാണുന്നത് എങ്ങനെയാണ്? മഴമേഘങ്ങളുടെ ഇടയ്ക്ക് നിന്ന് സൂര്യൻ ഉദിക്കുന്ന പോലെ. അപ്പൊ മേഘത്തിനുള്ളിൽ, അത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു ഉപമയാണ് എഴുത്തച്ഛന്റെ. അങ്ങനെ മാരുതപുത്രനും മറ്റു വാനരവീരരും ഒക്കെ അങ്ങനെ നിന്ന് എല്ലാവരും കൂടി യുദ്ധം ചെയ്യാണ്. അപ്പൊ ഈ യുദ്ധം ആർക്കും കാണാൻ എളുപ്പത്തിൽ കിട്ടുന്നതല്ല. അതാണ് നാരായണനും പരമേശ്വരനും ഒഴിഞ്ഞാരുമില്ലെന്ന് കേൾക്കുന്നു. അത്രയ്ക്കും വിശേഷപ്പെട്ട യുദ്ധമാണ്. അപ്പോ അവിടുത്തെ രാക്ഷസ സ്ത്രീകള് അല്ലെങ്കിൽ അവിടുത്തെ ആ ലങ്കാപുരിയിലെ ജനത, അവരിങ്ങനെ ഈ യുദ്ധമൊക്കെ കണ്ടിട്ട് അവര് തന്നെത്താനെ പറയാണ്, ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്? ഇതൊന്നും ഇങ്ങനെ ഉണ്ടാവേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരുടെ രാജാവായിട്ടുള്ള രാവണൻ ചെയ്ത ദുഷ്കർമ്മങ്ങൾ കാരണമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളെല്ലാം അനുഭവിക്കുന്നത്. അപ്പൊ രാജാവ് ചെയ്യുന്ന കാര്യം രാജാവ് മാത്രമല്ലല്ലോ, ആ രാജ്യത്തിലെ പ്രജകളും എല്ലാവർക്കും അത് അനുഭവിക്കേണ്ടി വരികയാണ്. അത് നമുക്കും കൂടിയുള്ള ഒരു ഇതാണ്. നമ്മളൊരു തെറ്റ് ചെയ്താൽ അത് നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബം, നമ്മുടെ ആ തലമുറ എല്ലാറ്റിനെയും ബാധിക്കും. അപ്പൊ നമ്മളൊക്കെ ഒരു ഇന്റർ കണക്റ്റഡ് ആണ് എല്ലാവരും. അല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തു അല്ലെങ്കിൽ ഞാൻ ജയിച്ചു അങ്ങനെയല്ല. ജയവും അതുപോലെ തന്നെയാണ്. നല്ല കാര്യം ചെയ്താലും അത് ഒരു കുടുംബത്തിലെ ഒരാൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ ആ കുടുംബത്തിന് തന്നെ അത് പേരാണ്. ചീത്ത കാര്യമാണെങ്കിൽ അതുപോലെ തന്നെ. അപ്പൊ ഇവിടെ പറയാണ്, ആ ശൂർപ്പണഖ രാമനെ ആഗ്രഹിച്ചത് കൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത് എന്ന് പറയാണ്. അപ്പൊ ശൂർപ്പണഖ ശരിക്കും പറഞ്ഞാല് കാമം കൊണ്ടാണ് വന്നത് രാമന്റെ അടുത്ത്.
പ്രണയമൊന്നുമല്ല, പ്രണയം അഭിനയിച്ചതാണ്. പ്രണയമാണെങ്കിൽ ഒരാളോടല്ലേ പാടുള്ളൂ. അപ്പൊ രാമൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ ലക്ഷ്മണന്റെ അടുത്തേക്ക് പോയില്ലേ. അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ആരായാലും മതി എന്നുള്ള അർത്ഥത്തിൽ അതുപോലെയാണ്. അപ്പൊ അവിടെ കാമരൂപിണിയായിട്ടാണ് ശൂർപ്പണഖ വന്നത്. അപ്പൊ അങ്ങനെ അവള് രാമനെ ആഗ്രഹിച്ചത് കൊണ്ടാണെന്ന് പലരും ഇങ്ങനെ അഭിപ്രായം പറയണം. അപ്പൊ ഇവരിങ്ങനെ അനലൈസ് ചെയ്യല്ലോ ഓരോ കാര്യങ്ങള്. ഇതൊക്കെ നമുക്ക് ഉണ്ടായത് ഇന്ന കാരണം കൊണ്ടാണെന്ന് പറയുമല്ലോ. അപ്പോ വേറൊരാള് പറയാണ്, അതൊന്നുമല്ല, രാവണനല്ലേ കാരണക്കാരൻ. രാവണൻ സീതയെ മോഹിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ മൂഢൻ, മഹാപാപി അങ്ങനെ ശപിക്കണ പോലെയാണ് ശരിക്കും. അപ്പോ ഈ രാമന്റെ ശക്തി ഇവർക്ക് രാവണന് മനസ്സിലായില്ലേ എന്തൊക്കെയാണ് ചെയ്തത്. ഒറ്റ പ്രഹരം കൊണ്ടാണ് ഖരനെ വധിച്ചത്. അതുപോലെ തന്നെ ബാലിയെ വധിച്ചു. അതുപോലെ പിന്നെ സുഗ്രീവനെ അവിടെ രാജാവാക്കി. അത് കഴിഞ്ഞ് ഇവിടെ ഹനുമാൻ ഇവിടെ വന്നു. അത് കഴിഞ്ഞ് പിന്നെ വാരിധിയിൽ ചിറകെട്ടി. അപ്പൊ ഇത്രയും ശക്തരായിട്ടുള്ള ആളുകളാണ് രാമനും രാമന്റെ ആളുകളും. അപ്പൊ ഇവരോടൊക്കെ യുദ്ധം ചെയ്യാന്ന് വിചാരിക്കണം, എന്തൊരു വിഡ്ഢിയാണ് ഇയാള് രാവണൻ എന്നൊക്കെയാണ് അവര് തമ്മിൽ പറയുന്നത്. പിന്നെ വിഭീഷണൻ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ വിഭീഷണനെ ധിക്കരിച്ചു, അല്ലെങ്കിൽ വിഭീഷണനെ രാജ്യത്ത് നിന്ന് ഒഴിവാക്കി. അപ്പൊ വിഭീഷണനെ അവര് നന്നായിട്ടാ പറയുന്നത്. പിന്നീട് ഇതൊക്കെ പണ്ട് ചെയ്തിട്ടുള്ള ദോഷങ്ങളെ കൊണ്ടാണ് ബ്രാഹ്മണരുടെ ബ്രഹ്മസ്വമായതും ദേവസ്വമായതും എന്നൊക്കെ പറയുന്നുണ്ട്. അവരെ ബുദ്ധിമുട്ടിച്ചു, അതുപോലെ ദേവന്മാരെ ബുദ്ധിമുട്ടിച്ചു, അതുപോലെ ഗുരുശാപമേറ്റു, എല്ലാം യാഗം ചെയ്യുന്നവരെയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടല്ലോ. അപ്പോ ആ രാവണന്റെ ആ ദുർഭരണത്തിന്റെ ഒരു ചിത്രമാണ് അവിടെ നമുക്ക് കാണുന്നത്. അങ്ങനെ ഈ മഹാഭാവി ചെയ്ത കർമ്മം കൊണ്ടാണ് നമ്മളെല്ലാവരും ഇപ്പൊ ദുഃഖിക്കേണ്ടി വരുന്നത് എന്നാണ്. പിന്നീട് അവിടെ യുദ്ധം ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. മഹോദരനും മഹാപാർശ്വനും ഉത്തര ഗോപുരത്തിൽ കൂടി വന്നു. അങ്ങനെ ഓരോരുത്തരും വന്നു. പക്ഷെ ഈ ദുർനിമിത്തങ്ങൾ പല ദുർനിമിത്തങ്ങളും അവിടെ കാണുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ശ്രദ്ധിക്കാതെയാണ് ഇവരെല്ലാം യുദ്ധത്തിന് പുറപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അവിടെ വാനരവീരര് ചാബലം എണ്ണിയെന്ന് പറഞ്ഞു. വാനരന്മാര് ചപലന്മാരാണ്. പക്ഷെ ഇപ്പൊ ചപലതയൊന്നുമല്ല, അവര് വളരെ ദൃഢമായിട്ടാണ് യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ടാണ്. അങ്ങനെ ആ സമയത്ത് വാനരനായക വക്ഷസി മർമ്മസ്ഥാനം നോക്കി ആ വിരൂപാക്ഷൻ, അവൻ ഭയങ്കര യുദ്ധത്തില് ശക്തിയുള്ള ആളാണ്. അയാള് മർമ്മസ്ഥാനത്ത് ഒന്ന് അടിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഓരോ മഹാപാർശ്വനെ അംഗദൻ കൊന്നു. അങ്ങനെ ഓരോരുത്തരെയും. അപ്പോഴാണ് താമസാസ്ത്രം ഉപയോഗിച്ചു രാവണൻ. അപ്പോ ശ്രീരാമൻ ഐന്ദ്രാസ്ത്രം കൊണ്ട് അതിനെ തടുത്തു എന്നാണ്. പിന്നെ ആസുരമസ്ത്രം എയ്തു. ആസുരമസ്ത്രം എന്ന് പറയുന്നത് അത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു അസ്ത്രമാണ്. അത് വിട്ടുകഴിഞ്ഞാല് അസ്ത്രമല്ല പോകുന്നത്, പല ജീവികളായിട്ടാണ്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് വാരണ, സൂകര, കുക്കുട, ക്രോഷ്ടു, പിന്നെ സാരമേയം, ഉരകം, ശൈരിഭം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ അതാണ്. ആന, കുറുക്കൻ, നായ, പിന്നെ രുരു എന്ന് പറഞ്ഞാൽ ഒരു തരം മാനാണ്. മൃഗം എന്ന് പറഞ്ഞാൽ ചെന്നായ, ദൃഗ്ധം എന്ന് പറഞ്ഞാൽ കഴുകൻ. അപ്പൊ അങ്ങനെയുള്ള ജീവികളാണ് പോകുന്നത് ആക്രമിക്കാനായിട്ട്. അതാണ് ഈ ആസുര വസ്ത്രത്തിന്റെ പ്രത്യേകത. പിന്നീട് അപ്പോഴാണ് ആഗ്നേയ വസ്ത്രം മനുവീരൻ പ്രയോഗം. അത് പ്രകാശപൂർണമായിട്ടുള്ളതാണ് ആഗ്നേയ വസ്ത്രം. പിന്നീട് മയൻ കൊടുത്ത ദിവ്യാസ്ത്രം, പിന്നെ അവിടെ ഗാന്ധർവമസ്ത്രം, അങ്ങനെ എല്ലാ അസ്ത്രങ്ങളും, ശൗര്യാസ്ത്രം, സൂര്യ ശോഭയുള്ള അസ്ത്രം, അതൊക്കെ പ്രയോഗിക്കുന്നുണ്ട്. അപ്പൊ രാവണന് മുറിവ് പറ്റുന്നുണ്ട്. പിന്നെ ലക്ഷ്മണനും ഉടനെ കൂടത്തിൽ ചെല്ലുന്നുണ്ട്. 5 ശരമെയ്ത് സൂതനെ കൊന്നു എന്നാ പറയുന്നത്. പിന്നീട് എല്ലാം അശ്വങ്ങളെ വിഭീഷണൻ കൊന്നു. അപ്പോ വിഭീഷണൻ വന്നപ്പോ രാവണന് കുറച്ച് ദേഷ്യം കൂടുതലായി. കാരണം വിഭീഷണൻ സ്വന്തം അനുജനല്ലേ, അപ്പൊ ശത്രുപക്ഷത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് വിഭീഷണന്റെ മുകളിലെ വേല് അത് പ്രയോഗിച്ചു, ശൂലം അല്ലെങ്കിൽ അത് കുത്തി പ്രയോഗിച്ചു. അപ്പോ ആ മയൻ കൊടുത്തതാണ് ആ വേല്. ആ നേരത്ത് ലക്ഷ്മണൻ, അപ്പം വിഭീഷണനെ രക്ഷിക്കാൻ വേണ്ടി ലക്ഷ്മണൻ അങ്ങോട്ട് എത്തുകയാണ്.
അപ്പൊ ലക്ഷ്മണന്റെ മുകളില് അത് വീണ്ടും പ്രയോഗിച്ചു. നീ വിഭീഷണനെയാണോ രക്ഷിക്കാൻ പോണത്? അപ്പൊ അത് എന്റെ ശക്തി നീ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ആ ശൂലം അത് ഒരിക്കൽ ഉണ്ടായതാണ്. ഒരിക്കൽ ഉണ്ടായിട്ട് അന്ന് മാരുതി പോയി മരുന്നൊക്കെ കൊണ്ടുവന്ന് ശരിയാക്കിയതാണ്. അത് വീണ്ടും അപ്പൊ വിത്രസ്തനായി തത്ര വീണു കുമാരനും. അപ്പൊ അവിടെ ലക്ഷ്മണൻ അവിടെ വീഴാണ് ആ ശക്തി എന്ന വേല് കൊണ്ടുള്ള മുറിവ് കൊണ്ട്. ഉടനെ അത് ആർക്കും പറിക്കാൻ പറ്റില്ല. പക്ഷെ ശ്രീരാമചന്ദ്രസ്വാമി അതിനെ പറിച്ചു, ആ ശൂലത്തെ പറിച്ച് അതിനെ മുറിച്ചു എന്നാ പറയുന്നത്. പിന്നീട് അവിടെ സുഷേണൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അദ്ദേഹത്തിനോട് പറഞ്ഞു, അനിയനെ ശ്രദ്ധിക്കണേ, അവന് ഇത്തിരി മുറിവ് പറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും യുദ്ധം ചെയ്യാണ്. അപ്പോ രാമനും അഭിമുഖമായിട്ട് അപ്പൊ പറയുന്നുണ്ട്, രാവണനും ബദ രാഘവനും കൂടി മേവുക ഭൂമിയിൽ എന്നുള്ളത് ഇല്ല. ഇനി ആരെങ്കിലും ഒരാളേ ഉള്ളൂ, ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ. ആരെങ്കിലും ഒരാൾ മാത്രമേ ഇനി ഭൂമിയിൽ ജീവിച്ചിരിക്കുള്ളൂ. അപ്പൊ ഒരു പ്രതിജ്ഞ എടുക്കണ പോലെയാണ്, ആത്മവിശ്വാസം ആണ്. അവിടെ പറയാണ്, മാർത്താണ്ഡ വംശത്തിലുള്ള ആളാണ്, സൂര്യവംശത്തിൽ ജനിച്ചവനാണ് ഞാനെങ്കില് അതുപോലെ തന്നെ ഈ സപ്തദീപങ്ങളും 7 അമ്പുതികളും 7 സമുദ്രവും 7 പർവ്വതങ്ങളും ഒക്കെ ഉള്ള കാലത്ത് സൂര്യചന്ദ്രന്മാരും ആകാശഭൂമി എല്ലാം ഉള്ള പോലെ ആ സമയത്ത് ആയോധനെ യുദ്ധത്തില് ദശകണ്ഠനെ കൊല്ലും. ഞാനൊരു യോദ്ധാവാണെങ്കിൽ, ആയുധപാണിയാണ് ആയതുകൊണ്ട്, അതാണ് ഞാനൊരു യോദ്ധാവാണെങ്കിൽ ഞാൻ ഇയാളെ കൊല്ലും എന്നാണ് ഒരു പ്രതിജ്ഞയാണത്. പിന്നീട് ഭയങ്കരമായിട്ടുള്ള യുദ്ധമാണ്. മാരി ചൊരിയുന്ന പോലെ, മഴ പെയ്യുന്ന പോലെ യുദ്ധം തുടങ്ങി, ബാണങ്ങള് പൊഴിച്ചു എന്നാണ്. അപ്പൊ പക്ഷേ വേറൊരു കാര്യമുണ്ട്, അവിടെ ലക്ഷ്മണന് കുറച്ചൊരു ഇതുണ്ട്. അപ്പൊ മനസ്സ് അവിടെ ലക്ഷ്മണന്റെ അടുത്താണ്. അവൻ എന്തെങ്കിലും സംഭവിക്കോ എന്നുള്ള വിഷമമുണ്ട്, കാരണം സ്വന്തം സഹോദരനല്ലേ. അപ്പൊ സുഷേണനോട് പറയുന്നുണ്ട് അവനെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് എന്റെ വില്ലിന്റെ പിടി മുറുകുന്നില്ല. അപ്പൊ അർജുനൻ പറഞ്ഞില്ലേ കൃഷ്ണനോട്, എന്റെ ഗാണ്ഡീപം എനിക്ക് കയ്യിൽ പിടിക്കാൻ പറ്റണില്ല, ഉറന്നു പോണു എന്നൊക്കെ പറഞ്ഞില്ലേ. അതുപോലെ ഇവിടെ ശ്രീരാമചന്ദ്രസ്വാമിക്ക് എപ്പോഴും ആ സഹോദര സ്നേഹം അവിടെ കാണുമല്ലോ. അത് പറഞ്ഞു, ഒന്നും സംഭവിക്കില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഉടനെ ഹനുമാൻ സ്വാമിയോട് പറഞ്ഞു, മരുന്ന് കൊണ്ടുവരൂ. സുഷേണൻ പറഞ്ഞു, ആ വിശല്യകരണി എന്നുള്ള മരുന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നു. അത് നസ്യം ചെയ്തു എന്നാണ്. അതൊരു ആയുർവേദത്തിലെ ഒരു ക്രിയ ഉണ്ടല്ലോ, നസ്യം ചെയ്യാന്നുള്ളത്. അത് ചെയ്തു. അപ്പൊ ഉടനെ ലക്ഷ്മണൻ ഓക്കെ ആയി. അപ്പൊ ലക്ഷ്മണന്റെ അടുത്ത് ചെന്നിട്ട് കെട്ടിപ്പിടിച്ച് പറയാൻ ചെല്ലാണ്. അപ്പോ അവിടെ ഇമോഷണൽ ആവേണ്ട സമയമല്ല അപ്പോ. അപ്പോ ലക്ഷ്മണൻ പറഞ്ഞു, അതൊക്കെ അവിടെ ഇരിക്കട്ടെ, യുദ്ധം ചെയ്യൂ വേഗം പോയിട്ട്. ഇപ്പൊ ഇവിടെ പാരവശ്യം കാണിക്കേണ്ട സമയമല്ല. കാരണം തപോധനന്മാരോടൊക്കെ അങ്ങ് പറഞ്ഞിട്ടുള്ളതാണ്, യാഗം ചെയ്യുന്ന ആൾക്കാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അവരോട് നിങ്ങളുടെ യാഗത്തെ രക്ഷിക്കാൻ ഞാൻ സഹായിക്കാന്നൊക്കെ ശ്രീരാമൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മിഥ്യയാവാൻ പാടില്ല. അപ്പൊ വേഗം യുദ്ധം ചെയ്യും, ഇപ്പൊ നിങ്ങളുടെ ഡ്യൂട്ടി അതാണ്, എന്നെ ഇപ്പൊ ശുശ്രൂഷിക്കാൻ വരണ്ട, ഐ എം ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ യുദ്ധം തുടങ്ങി. അപ്പൊ പാരിൽ നിന്ന് ഇക്ഷ്വാകു വംശതിലകനും തേരിൽ നിന്ന് ആശരവംശജനും. അപ്പൊ ഇവിടെ അത് നമുക്ക് അറിയാലോ, കാരണം ഇവരുടെ കയ്യിൽ തേരും അങ്ങനത്തെ സംഗതികളൊന്നുമില്ല ശ്രീരാമന്റെ കയ്യില്. മറ്റേ ആൾക്ക് രാവണനാണെങ്കിൽ ഫുൾ സെറ്റപ്പിലാണല്ലോ. ആ സമയത്താണ് ഇന്ദ്രൻ മാതലി എന്ന് പറയുന്ന തേരാളിയെ പറഞ്ഞയക്കാണ്, രഥവും എല്ലാം കൊടുത്തിട്ട്. അപ്പൊ അതാണ് അത്യാവശ്യ സന്ദർഭത്തില് അപ്പൊ അവിടെ ഒരു ഹെൽപ്പ് വരും എവിടുന്നെങ്കിലും. അങ്ങനെ വന്നു കഴിഞ്ഞ് എല്ലാം സഹായിക്കാൻ വന്നു കഴിഞ്ഞപ്പോ മാരുത തുല്യവേഗേന എന്നാണ് ആ രഥമൊക്കെ, അത്ര കാറ്റിന്റെ വേഗത്തിൽ രഥം ഓടിക്കാൻ കഴിവുള്ള ആളാണ് അദ്ദേഹം. അങ്ങനെ അത് കേട്ടപ്പോ ആ രഥത്തെ വന്ദിച്ചു. അപ്പോ രാമൻ ആ തേരിൽ കയറി. അപ്പോ രാവണൻ നോക്കാണ്, തന്നോട് തുല്യനായി രാഘവനെ കണ്ട് ഒന്ന് നോക്കാണ്, എന്താ ഇയാൾക്ക് എവിടുന്ന് ഇപ്പൊ തേരൊക്കെ വന്നത് എന്ന് തോന്നിയിട്ടുണ്ടാവും. അപ്പോഴാണ് അവിടെ പിന്നെ ഗാന്ധർവാസ്ത്രം, രാക്ഷസ മന്ത്രം പ്രയോഗിച്ചു, പിന്നെ നാഗാസ്ത്രം, അപ്പൊ ഇവിടുന്ന് ഗാരുഡാസ്ത്രം അതൊക്കെ ചെയ്തു. പിന്നീട് മാതലിയുടെ മുകളിലും ദശാനനൻ ബാണങ്ങൾ, അപ്പൊ തേരാളിയുടെ മുകളിലും അസ്ത്രങ്ങളൊക്കെ ചെയ്തു.
പിന്നീട് കുതിരകളെ എല്ലാം നശിപ്പിക്കാൻ നോക്കുകയാണല്ലോ. അപ്പൊ രഘുവരനും കുറച്ചൊരു തളർച്ച വന്നു. അപ്പോ കുറച്ച് ആ സങ്കടം വന്നപ്പോ എന്താണ്, രാവണന്റെ തേരാളി കുറച്ചൊന്ന് തേര് നിർത്തുകയാണ്. കാരണം അവിടെ രാമന് കുറച്ചൊരു ക്ഷീണമുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ യുദ്ധത്തിന്റെ നീതിയാണത്. ആ യുദ്ധം ചെയ്യുന്ന ആൾക്ക്, മുന്നിൽ യുദ്ധം ചെയ്യുന്ന ആൾക്ക് ക്ഷീണമുണ്ടെങ്കിൽ കുറച്ച് റെസ്റ്റ് കൊടുക്കണം. രാവണന് അത് രാമൻ ചെയ്തിട്ടുണ്ട്. അപ്പോ കുറച്ചൊന്ന് നിർത്തിയപ്പോ പറയാണ്, നീ എന്താ തേര് പിന്നോക്കം നിർത്തിയത്? നിനക്കിപ്പോ രാമനോടാണ് സ്നേഹം എന്നാ തോന്നണത് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അല്ല, രാമനോട് സ്നേഹമായിട്ടല്ല, കുറച്ചു നേരം ആയില്ലേ രണ്ടുപേരും യുദ്ധം ചെയ്യണു. അപ്പോ അങ്ങേക്കും കുറച്ച് ക്ഷീണം ഉള്ളത് പോലെ തോന്നി. അപ്പൊ ഒരു സാരഥിയുടെ ധർമ്മാണ്. എങ്ങനെയാണ് ആ ഒരു വണ്ടി ഓടിക്കുന്ന ആൾക്ക് ആ വണ്ടിയിൽ ഇരിക്കുന്ന ആളുടെ അയാളുടെ ഇതനുസരിച്ച് വേണം. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, അതറിയണം. ഒരു നല്ലൊരു സാരഥി എങ്ങനെയായിരിക്കണം എന്നിവിടെ പറയുന്നുണ്ട്. വാജികൾ സാധവും വൈരികൾക്കുള്ള ജയാജയ കാലം. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണം. അപ്പൊ കുതിരയുണ്ട്, കുതിരയ്ക്ക് ക്ഷീണമുണ്ടോ എന്ന് നോക്കണം. അതുപോലെ പിന്നെ എന്താണ്, ഒരു യാത്ര പോവുകയാണെങ്കിൽ ഏതാണ് പോകുന്ന സ്ഥലം, അവിടുത്തെ നിമ്ന ഉന്നതം, താഴ്ന്നതും ഉയർന്നതുമായിട്ടുള്ള സ്ഥലമാണ്, അതിനനുസരിച്ച് രഥം ഓടിക്കണം. അപ്പൊ ഒരു സാരഥിയുടെ ധർമ്മം സാരഥി തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അതൊക്കെ കേട്ടപ്പോ രാവണൻ തോന്നി, ഇവൻ ശരിയാണ് പറയുന്നത്. അപ്പൊ ഉടനെ തന്നെ ഒരു കൈവള കൊടുത്തു എന്നാണ്. അപ്പൊ സമ്മാനം കൊടുത്തു. അങ്ങനെയാണ് പിന്നീടാണ് അവിടെ രാമൻ കുറച്ചൊന്ന് ക്ഷീണിതനാണെന്ന് കണ്ടപ്പോഴാണ് പിന്നെ അവിടെ അഗസ്ത്യ മഹർഷി അവിടേക്ക് എത്താണ്. പിന്നീട് ആദിത്യ സ്തുതിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ആദിത്യനെ പറ്റി ആദ്യം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാം മെയിൻ എനർജി സോഴ്സ് ആണ് സൂര്യൻ എന്ന് പറയുന്നത്. പ്രത്യക്ഷ ഭഗവാനാണ് സൂര്യദേവൻ. അപ്പോ ഈ എല്ലാം പ്രതിസന്ധി ഘട്ടത്തില് പ്രയോജനപ്പെടുത്തുന്നുള്ള ഒരു പ്രാർത്ഥനയാണ് പിന്നെ അവിടെ ഉപദേശിക്കുന്നത്. അത് നമുക്കും കൂടി ഉള്ളതാണ്. അപ്പൊ സൂര്യന്റെ ഗുണഗണങ്ങളെ പറ്റിയാണ് കുറെ പറയുന്നത്. ഇത് ഈ സൂര്യമന്ത്രം ഇത് ചെയ്യുകയാണെങ്കിൽ ശത്രുനാശം വരും, രോഗവിനാശനം, ആയുസ് വർദ്ധിക്കും, സത്കീർത്തി വർദ്ധിക്കും, അതൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ആദിത്യ ഹൃദയം അത് ഇത്ര ഭംഗിയായിട്ടുള്ള ഒരു മന്ത്രമാണ്. അത് ജപിക്കാനായിട്ട് പറഞ്ഞു കൊടുക്കാണ്. പിന്നെ ഇത് ജപിക്കുന്നവർക്ക് എങ്ങനെ എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ സൂര്യനാണ് കാലഗണനയൊക്കെ ചെയ്യുന്നത്. വാരം, മാസം, സംവത്സരം അങ്ങനെയുള്ളതൊക്കെ ഈ സൂര്യൻ ഉദിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ ദിവസത്തെ ഉണ്ടാക്കുന്ന ആളാണ്, തണുപ്പിനെ ഇതാക്കുന്നതാണ്, ഇരുട്ടിനെ ഇല്ലാതാക്കുന്നത്. അപ്പൊ ഇരുട്ട് എന്നുള്ളത് അജ്ഞാനം എന്നുള്ള അർത്ഥത്തിലും നമുക്ക് എടുക്കാം. പിന്നെ ഭാനു, ഹിരണ്യഗർഭൻ, അപ്പൊ സൂര്യന്റെ പല പല പേരുകളാണ് പറയുന്നത്. സുപ്തജന അവബോധപ്രദൻ, ഉറങ്ങുന്നവരെ ഉണർത്തുന്നവനാണ്. അതുപോലെ അലസത ഇല്ലാതെ ആക്കുന്നതാണ്. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ജോലി ചെയ്യാനുള്ള ഉണർവ്. പിന്നെ പുണ്ടരീക പ്രബോധൻ എന്ന് പറയുന്നുണ്ട്. പുണ്ടരീകം എന്ന് പറഞ്ഞാൽ താമരയെ ഉണർത്തുന്നവൻ. അപ്പൊ അവിടെ താമരയെ അപ്പൊ ജ്ഞാനസൂര്യൻ എന്നുള്ള അർത്ഥത്തില്. പിന്നെ ബിന്ദുനാഥാത്മകൻ, ആ പ്രണവസ്വരൂപനാണ്. അപ്പൊ പിന്നീട് പറയാം എന്തുകൊണ്ടാണ് ഈ മന്ത്രം എന്ന് പറഞ്ഞ് ഇത് ജപിച്ച് നമസ്കരിച്ചിടുക എന്നാണ്. അത് വലിയൊരു മന്ത്രമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു. സന്താപന അവിടുന്ന് തൊട്ടാണ് ആ സൂര്യമന്ത്രം അത് ഉപയോഗിക്കുന്നത്. അപ്പൊ അതൊക്കെ കേട്ടപ്പോ രാമൻ ഒന്ന് ശരിക്കും എന്താ പറയാ റീജുവനേറ്റഡ് ആയി, നല്ലോണം പൂർവാധികം ശക്തി ആർജിച്ചു. അപ്പൊ അവിടെ നാരദ മഹർഷി വന്നു. പിന്നീട് രാമൻ മാതലിയോട് പറയാണ്, എനിക്കിപ്പോ പ്രയാസമൊന്നുമില്ല, നമുക്ക് തേര് റെഡി ആക്കിക്കോളൂ. അങ്ങനെ ആദ്യം തന്നെ രാവണന്റെ കൊടിമരം ഖണ്ഡിച്ചു. പിന്നീട് 7 ദിവസം ആ യുദ്ധം നീണ്ടു നിന്നു എന്നാണ് പറയുന്നത്. പൈതാഹമസ്ത്രം ചെയ്ത് ദശകണ്ഠനെ വധിച്ചു. അപ്പോഴാണ് ദേവന്മാരെ പുഷ്പവൃഷ്ടി നടത്തി. അർക്കകുലോത്ഭവൻ മൂർധനി, മേൽക്കുമേൽ ശക്രനും, നേത്രങ്ങളൊക്കെ തെളിഞ്ഞിതു. അപ്പൊ എല്ലാവരും സ്തുതിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ വിധിയാണ്, ഇത് നടന്നേ തീരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വിഭീഷണൻ കരയുന്നുണ്ട്. എന്തായാലും ജ്യേഷ്ഠനല്ലേ. അപ്പൊ വിഭീഷണൻ രാവണന്റെ മൃതശരീരത്തിനടുത്ത് വന്ന് കരയുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, അവനെ കുറിച്ച് രാമൻ പറയാണ്, രാവണനെ കുറിച്ച് കരയല്ല വേണ്ടത്, എന്റെ ശരമേറ്റിട്ടാണ് മരിച്ചത്. അപ്പോ അതുകൊണ്ട് കരയരുത്.
എന്നോട് അഭിമുഖമായി നിന്ന് പോർ ചെയ്ത് നന്നായി മരിച്ച മഹാശൂരനാം ഇവൻ എന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ആളെ കുറിച്ച് കരയരുത്. അപ്പൊ രാജാക്കളുടെ ധർമ്മമാണ് നന്നായിട്ട് യുദ്ധം ചെയ്ത് മരിക്കുക എന്നുള്ളത്, രാജാവിന്റെ ധർമ്മമാണ്. അപ്പോഴേക്കും മണ്ടോദരി വന്ന് കരയുന്നുണ്ട്. അത് ഭാര്യ ദുഃഖം, ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള സംഗതികള്. അപ്പൊ വിഭീഷണനോട് പറയാണ് ഇനി ശവസംസ്കാരത്തിന് വേണ്ടതായ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പൊ അവിടെ വിഭീഷണൻ ഒരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് പറ്റില്ല, ഇവനെ അഗ്നിക്ക് ഇരയാക്കാൻ എനിക്ക് സാധിക്കില്ല. കാരണം അവൻ യോഗ്യനല്ല, പാപം ചെയ്തതാണ്. ഈ ഭൂമിയിൽ ധാരാളം പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. അവനെ സംസ്കരിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്ടക്കേട് പോലെ പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് രഘുവരൻ പറയുന്നത്, മത് ബാണമേറ്റ് രണാന്തേ മരിച്ച കർബുരാധീശന് പാപങ്ങളൊക്കെ കഴിഞ്ഞു. എന്റെ ബാണം ഏറ്റിട്ടാണ് മരിച്ചിട്ടുള്ളത്. അപ്പോ അവന്റെ പാപങ്ങളെ അഥവാ ഉണ്ടെങ്കിൽ തന്നെ എല്ലാ പാപങ്ങളും അതിൽ നശിച്ചു. പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്, അതും സാധാരണ മനുഷ്യർക്കുള്ളതാണ്. വൈരവും ആമരണാന്തം. ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അത് മരണം വരെ ഉള്ളൂ. മരിച്ചു കഴിഞ്ഞ ആളോട് എന്ത് വിരോധം? മരിച്ചു കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ വിരോധം വെക്കേണ്ട കാര്യമുണ്ടോ എന്നാണ്. അപ്പോ അവിടെയാണ് ആ രാമന്റെ ആ മനസ്സ് നമുക്കവിടെ കാണാം. അപ്പോ ഇന്നാളൊരു ഗുരുനാഥന്റെ ഇത് കേട്ടു. അപ്പൊ പറഞ്ഞത്, രാമൻ പറഞ്ഞു എന്നാ പറയുന്നത്, നീ അഥവാ ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യും ഈ കർമ്മം എന്ന്, ഉദകക്രിയ ചെയ്യും എന്നാണ്. കാരണം ജടായുവിനൊക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണല്ലോ. അപ്പോ രാമൻ അത്രയും നല്ല മനസ്സുള്ള ആളാണല്ലോ. അപ്പൊ നിനക്ക് ഈ കർമ്മം ചെയ്യുന്നത് കൊണ്ട് ഒരു ദോഷവും വരില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദനം അതുപോലെയുള്ള ഇതൊക്കെ കൊണ്ടുവന്ന് ചിത കൂട്ടി എല്ലാവിധ എന്താ പറയാ, വലിയൊരാള് മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് എല്ലാവിധ സ്റ്റേറ്റ് ഓണറോട് കൂടിയിട്ടാണ് ആ ശവസംസ്കാരം നടത്തുന്നത്. അതാണ് നമ്മൾ കാണുന്നത് ഇവിടെ. ഇനി അടുത്തതായിട്ട് നമ്മൾ വിഭീഷണ രാജ്യ അഭിഷേകമൊക്കെയാണ് കാണേണ്ടത്. അത് നമുക്ക് നാളെ കാണാം. അപ്പൊ ഇന്നത്തെ ഈ പാരായണം നമുക്കിവിടെ സമർപ്പിക്കാം. ഇതിനൊക്കെ നമുക്ക് സന്ദർഭം ഉണ്ടാക്കി തന്ന നമ്മുടെ തിരുമേനി, അതുപോലെ നമ്മുടെ ഗുരുക്കന്മാര്, നമ്മുടെ മാതാപിതാക്കള് എല്ലാവരെയും അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പാരായണം നമുക്കിവിടെ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ. ഹരി ഓം.